കുന്നംകുളം താലൂക്ക് ഓഫീസിനായി 25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം മാർച്ച് 3-ന് നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. എ.സി. മൊയ്തീൻ എം.എൽ.എ. ചെയർമാനായും കെ. രാധാകൃഷ്ണൻ എം.പി. രക്ഷാധികാരിയായും 501 സംഘാടക സമിതി രൂപീകരിച്ചു. എ.സി. മൊയ്തീൻ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി.ജി. രഘുനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ.എ. നൌഷാദ്, ബിന്ദു ധർമ്മൻ, ബിന്ദു ഗിരീഷ്, സിനി പ്രസാദ്, പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം ടി.കെ. വാസു, നഗരസഭാ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, തഹസിൽദാർ ഒ.ബി. ഹേമ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഇ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ, ഭൂരേഖ തഹസിൽദാർ രാജേഷ് മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 4 നിലകളിലായി 5338 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാണ് നിർമ്മാണം പൂർത്തീകരിച്ച താലൂക്ക് ആസ്ഥാന മന്ദിരം. ഭിന്നശേഷി സ്ത്രീ സൗഹൃദമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇതിൽ ലിഫ്റ്റുകൾ, റാമ്പ്, ഫീഡിംഗ് റൂം, ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റുകൾ എന്നിവയുണ്ട്. താലൂക്ക് ഓഫീസിന് പുറമെ സിവിൽ സപ്ലൈസ്, ലേബർ ഓഫീസ്, GST, ഫുഡ് സേഫ്റ്റി, ഇറിഗേഷൻ തുടങ്ങിയ 9ഓളം വകുപ്പുകൾ ഇവിടെ പ്രവർത്തിക്കും. എ.സി. മൊയ്തീൻ എം.എൽ.എയുടെ ശ്രമഫലമായി 2 ഘട്ടങ്ങളിലായി ഭരണാനുമതി ലഭിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. നിലവിൽ ചുറ്റുമതിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. എല്ലാ ആഴ്ചയിലും ഇവിടെ ഏതെങ്കിലും നല്ല മത്സരങ്ങൾ നടക്കുന്നു. ആ മത്സരങ്ങളിൽ എത്തിച്ചേർന്നവർക്ക് വേണ്ടി താമസിക്കാൻ ഒരിടമില്ല എന്നുള്ള ഗൗരവപ്പെട്ട വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു 5 കോടി രൂപ മുടക്കി സ്കൂളിൻ്റെ സ്ഥലത്ത് ശിക്ഷക് സദൻ എന്ന പേരിൽ ഡോർമെറ്ററി ഉണ്ടാവും, മറ്റു റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. 5 കോടി രൂപ മുടക്കി അത്തരം ഒരു കേന്ദ്രം കൂടി ഈ വർഷത്തെ ബഡ്ജറ്റിൽ അതിനാവശ്യമായ സംഖ്യ നീക്കിവെച്ചിട്ടുണ്ട്.